കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പകൽ സമയത്തെ തിരക്കുകൾക്ക് ശേഷം ദൈവപാദപീഠത്തിൽ ദൈവവചനം പഠിക്കാനായിട്ട് താല്പര്യത്തോടെ വന്ന് ചേർന്നുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും കർത്താവായ ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ വന്ദനം അറിയിക്കുന്നു. കർത്താവ് നമ്മെ തുടർന്നും ദൈവവചനം ധ്യാനിക്കുവാനായിട്ട് അവിടുത്തെ കൃപ നമുക്ക് നൽകട്ടെ. ദൈവവചനത്തിൽ വെളിപ്പെട്ടു വന്നിരിക്കുന്ന ദൈവത്തെ അവിടുന്ന് എത്രത്തോളം തന്നെത്താൻ നമുക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നുവോ അത്രത്തോളം മനസ്സിലാക്കുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗ്യമാണ് എന്ന് നമ്മൾ കരുതുന്നു. ഈ രാത്രി സമയം തുടർന്ന് ദൈവവചനത്തിൽ നിന്ന് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം തുടർന്ന് ചിന്തിപ്പാനായിട്ട് താല്പര്യപ്പെടുകയാണ്. നമ്മൾ ഇന്ന് കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ നിങ്ങൾക്കൊരു അസൈൻമെൻറ്റ് തന്നിരുന്നു. എത്ര പേര് ആ ഭാഗം അസൈൻമെൻറ്റ് ചെയ്തു എന്നെനിക്കറിയില്ല. എങ്കിലും നിങ്ങൾ ആ വേദഭാഗം വായിച്ചിട്ടുണ്ടാകും എന്ന് ഞാൻ അങ്ങ് കരുതുക. ഐ അസ്യൂം ദാറ്റ് യു ഹാവ് റെഡ് ദാറ്റ് പാസേജ്. ഈ രാത്രി സമയം നമ്മൾ ഈ തിരുവചന ഭാഗത്ത് നിന്നാണ് ഈ പ്രധാനപ്പെട്ട വിഷയം, ഇതിൻ്റെ 1-2 കാര്യങ്ങൾ ചിന്തിപ്പാനായിട്ട് പോകുന്നത്. അടുത്ത 2 ക്ലാസ്സുകളിലൂടെ നമുക്ക് ത്രിയേകത്വം എന്ന വിഷയം ഏറ്റവും കുറഞ്ഞത് 1-2 ക്ലാസ്സുകളിലൂടെ നമുക്ക് ആവശ്യമായിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചെയ്തതുപോലെ തന്നെ ഇന്നും അല്പസമയം ഒരു ഓപ്പൺ ഫോറമായിട്ട് നമ്മൾ പഠിക്കുന്ന വിഷയത്തോട് ബന്ധപ്പെട്ട വിശദീകരണം എന്തെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാനുണ്ടെങ്കിൽ അതിനുള്ള അവസരം ഉണ്ടായിരിക്കുന്നതാണ്. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതുപോലെ തന്നെ എല്ലാ കാര്യമൊന്നുമല്ല, കാര്യമായിട്ടൊന്നും അറിയത്തില്ല. പിന്നെ നമ്മൾ ഒരുമിച്ച് പഠിക്കുകയാണ്. കർത്താവ് നമ്മെ സഹായിക്കട്ടെ ഈ രാത്രി സമയം. കാരണം നമ്മൾ അതിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ വേറെ വല്ല മനുഷ്യനുണ്ടാക്കിയ ലോയെക്കുറിച്ചോ അല്ലെങ്കിൽ ചില പ്രകൃതിയിലെ മനുഷ്യൻ കണ്ടെത്തിയ തത്വങ്ങളെക്കുറിച്ചോ ഒക്കെ പഠിക്കാനാണെന്നുണ്ടെങ്കിൽ അത് പഠിക്കാനായിട്ട് എല്ലാവർക്കും പറ്റും. എന്നെപ്പോലെ അത്ര ബ്രെയിൻ ഇല്ലാത്തവർക്കല്ല, നല്ല ബ്രെയിൻ ഉള്ളവർക്ക് എല്ലാം നല്ലതായിട്ട് പഠിക്കാം. പക്ഷെങ്കിൽ ദൈവം സകലത്തിനേക്കാളും ഉന്നതനാകൊണ്ട് നമുക്കൊരുപാട് പരിമിതികളുണ്ട്. എത്രത്തോളം മനുഷ്യൻ്റെ ഭാഷയിൽ ദൈവത്തിൻ്റെ വചനം നമുക്ക് മനസ്സിലാക്കി തരുന്നുവോ അത്രത്തോളമേ നമുക്ക് മനസ്സിലാകാനായിട്ട് കഴിയുകയുള്ളൂ. അത് നമ്മുടെ പരിമിതിയാണ്. ആ പരിമിതിയിൽ മാത്രമേ നമുക്ക് ദൈവത്തെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. കാരണം നമ്മുടേതാകുന്ന നിത്യജീവിതത്തിലെ ഒരുപാട് ബാഗേജസ് ഈ വിശേഷിച്ച് ഈ ട്രൈയൂണിറ്റി എന്ന വിഷയത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ അത് ഇങ്ങോട്ട് കൊണ്ടുവരും. ഉദാഹരണത്തിന് ഏക ദൈവമെന്നും 3 persons എന്നും 3 persons എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാവുന്നൊരു കാര്യമെന്ന് പറഞ്ഞാൽ ABC 3 പേര്, ആ നമ്പർ 1, 2, 3 അതേ നമുക്ക് സങ്കല്പിക്കാനായിട്ട് കഴിയത്തുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞേ, നമ്മുടേതാകുന്ന ഒരുപാട് ബാഗേജ് നമ്മൾ ഈ വിഷയത്തിലോട്ട് കൊണ്ടുവരുന്നത് കൊണ്ടാണ് പലപ്പോഴും കൺഫ്യൂഷൻസ് ഉള്ളത്. എന്നാൽ അതൊന്ന് ഒഴിവാക്കിയിട്ട് ദൈവവചനം എന്തു പറയുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടെ വ്യക്തമാകും. കഴിഞ്ഞ ആഴ്ചയിലെ നമ്മുടെ ആ ഡിസ്കഷൻ പലർക്കും അത് വളരെ ക്ലിയറായി എന്ന് പലരും എന്നോട് പേഴ്സണലി പറഞ്ഞു. അതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആ കാര്യങ്ങൾ ആ ത്രിയേക ദൈവത്തെക്കുറിച്ചും ആ സ്നേഹ കൂട്ടായ്മ ബന്ധത്തെക്കുറിച്ചും അതുപോലെ ട്രൈയൂണിറ്റി എന്നുള്ളതൊരു അക്കാഡമിക് എക്സസൈസ് അല്ല, അതിനേക്കാൾ ഉപരി തികച്ചും പ്രായോഗികമാകുന്ന വിഷയത്തിലാണ് ട്രൈയൂണിറ്റി വേദപുസ്തകം പഠിപ്പിക്കുന്നത്. അത് നമ്മൾ പല വേദഭാഗങ്ങൾ കണ്ടു. ഏറ്റവും അതിൻ്റെ ക്ലാസിക് എക്സാമ്പിള് നമ്മൾക്കറിയാം, ഫിലിപ്പ് ലേഖനം 2-ാമത്തെ അധ്യായമാണ്. 2-ാമത്തെ അധ്യായം
അതിൻ്റെ ആരംഭം മുതൽ ആ 2-3 വാക്യങ്ങളിൽ പൗലോസ് കൊടുക്കുന്ന ഒരു പ്രബോധനമുണ്ട്. ആ പ്രബോധനത്തിൻ്റെ ഉപദേശപരമാകുന്ന അടിസ്ഥാനമാണ് അവിടുന്ന് ദൈവസ്വരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം. നോക്കുക, അപ്പോൾ ഒരുവനേക്കാൾ മറ്റൊരുവനെ ശ്രേഷ്ഠനെന്ന് നിങ്ങൾ എണ്ണണമെന്ന് ഫിലിപ്പിയ സഭയിലെ ആ ഹൗസ് ചർച്ചിലെ അവിടുത്തെ ഒരു പ്രായോഗിക പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ത്രിയേകത്വത്തിലെ അതീവ പ്രാധാന്യമുള്ള യേശു കർത്താവ് ജഡത്തിൽ വെളിപ്പെട്ടതിൻ്റെ ആ സത്യം മനോഹരമായിട്ട് പൗലോസ് വിശദീകരിക്കുന്നത്. നോക്കുക, അപ്പോൾ ഏറ്റവും ആഴമുള്ള ഉപദേശ സത്യങ്ങൾ ഏറ്റവും പ്രായോഗികമാകുന്ന ജീവിതവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നമ്മളത് കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിക്കുകയുണ്ടായി. ഈ ഒരു സ്ലൈഡ് നിങ്ങൾ ഓർക്കുന്നുണ്ടാകാം. അവർ ലോങ്ങിങ് ഫോർ റിലേഷൻഷിപ്പ് എമിനേറ്റ്സ് ഫ്രം ദ ട്രിനിറ്റി. അബ്ദു മൊറേ എന്ന ഒരു മുസ്ലിം കൺവേർട്ടാണ് അദ്ദേഹം. മുസ്ലിം സമുദായത്തിൽ നിന്ന്, അല്ലെ ആ മതത്തിൽ നിന്ന് കർത്താവിനെ അറിഞ്ഞ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവവ്രതനാണ്. അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, ഇതെല്ലാം നമുക്ക് അനേക കാര്യങ്ങൾ അതിനുള്ള ബന്ധത്തിൽ കാണുവാനായിട്ട് കഴിഞ്ഞു. ഇന്ന് നമ്മൾ ചിന്തിപ്പാനായിട്ട് പോകുന്നത് ഈ വിഷയമാണ്, ഈ ദ എസൻഷ്യൽ വൺനെസ് ഓഫ് ദ ട്രിനിറ്റി. ത്രിയേകത്വത്തിൻ്റെ സാരാംശപരമായ ഏകത്വം എങ്ങനെ എസൻഷ്യലി സാരാംശത്തിൽ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് ഒന്നായിരിക്കുന്നു. ഓക്കെ, ഇതാണ് നമ്മൾ ചിന്തിപ്പാനായിട്ട് പോകുന്നത്. When we talk about Father and Son, that sounds very familiar because it is so familial. It sounds to us very familiar. Why? It is familial. അതായത് പിതാവെന്നും പുത്രനെന്നും ഒക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് പിതാവും പുത്രനും എന്നൊക്കെ ഉള്ളതാകുന്ന ആ നാമങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്ന ഒരു ചിന്തയെന്നുള്ളത് ഒരു കുടുംബത്തെ സംബന്ധിക്കുന്ന ഒരു ചിത്രമാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. പക്ഷേ അങ്ങനെ നമ്മൾ ചിന്തിക്കാൻ തുടങ്ങിയാൽ അവിടുത്തെ പ്രശ്നം എന്താണെന്നറിയാമോ? എന്താ പറയുന്നേ, ഈ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്ന പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന 3 ദൈവങ്ങളടങ്ങിയ ഒരു കുടുംബം, അങ്ങനെ ഒരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വരും. അപ്പോൾ അത് ദൈവവചനപ്രകാരം the Bible strongly attests to God's oneness and uniqueness. നമ്മൾ നേരത്തെ കണ്ടതുപോലെ ദൈവത്തിൻ്റെ വചനം, വേദപുസ്തകം വളരെ ഉറപ്പിച്ച് പറയുന്ന ഒരു കാര്യം ദൈവത്തിൻ്റെ നിസ്തുലതയും അവിടുത്തെ ഏകത്വവുമാണ്. അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന 3 persons, ആ ട്രൈയൂണിറ്റി അവിടുന്ന് ഒന്നാണ്. അതുമാത്രമല്ല, അവിടുന്ന് വളരെ അതുല്യനാണ്, നിസ്തുലനാണ്. അപ്പോൾ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എന്ന വ്യക്തികൾ ട്രയൂൺ ഗോഡ് ആകുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു കമ്പാരിസനുമില്ല. ദ ട്രയൂൺ ഗോഡ് ഈസ് യുണീക്ക്. ഇത് നമ്മൾ ദൈവവചനത്തിൻ്റെ, ദൈവത്തിൻ്റെ ഏകത്വത്തെയും
അതുല്യതയെയും ബൈബിൾ ശക്തമായി സാക്ഷ്യപ്പെടുത്തുന്നു. അതായത് ബൈബിൾ സ്ട്രോങ്ലി അറ്റസ്റ്റ് ടു ഗോഡ്സ് വൺനെസ് ആൻഡ് യുണീക്നെസ്. ഏക ദൈവത്തെക്കുറിച്ചുള്ള ബൈബിളിൻ്റെ പൊതുവായ സാക്ഷ്യപ്പെടുത്തലുകളിൽ മാത്രമല്ല, ഈ ഏകത്വവും നിസ്തുലതയും ദൈവം പ്ലാൻ ചെയ്യുന്ന ഉദ്ദേശ ലക്ഷ്യങ്ങൾ നിറവേറ്റുന്നത് എങ്ങനെയാണ് എന്ന് ബൈബിൾ പഠിപ്പിക്കുന്നതിലൂടെ, അല്ലെങ്കിൽ ബൈബിൾ അത് വെളിപ്പെടുത്തുന്നതിലൂടെ നമ്മളിത് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. ഈ കാര്യം ഞാനിതങ്ങ് വായിച്ച്, ഈ ഇംഗ്ലീഷ് സ്ലൈഡ് ഞാൻ ഉപയോഗിക്കുന്നതിന് നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ ഉദ്ദേശിച്ചാണ്. എന്നാൽ അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് നമ്മൾക്ക് മുൻപോട്ട് പോകാം. തിയോളജിയൻസ് ഡിസ്റ്റിങ്ക്വിഷ് ബിറ്റ്വീൻ ദ എസെൻഷ്യൽ ട്രിനിറ്റി ആൻഡ് ദ എക്കണോമിക് ട്രിനിറ്റി. എസെൻഷ്യൽ ട്രിനിറ്റി എന്ന് പറഞ്ഞാൽ ഗോഡ്സ് ട്രൈ യൂണിറ്റി ഇൻ ഹിസ് ഇറ്റേണൽ നേച്ചർ. സാരാംശത്തിൽ ദൈവത്തിൻ്റെ ഏകത്വം, നിത്യനായി ദൈവം ത്രിയേകനായി സ്ഥിതി ചെയ്യുന്നു. അതാണ് എസെൻഷ്യൽ ട്രിനിറ്റി എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ ആ രണ്ടാമത്തെ പദം ദ എക്കണോമിക് ട്രിനിറ്റി, ഗോഡ്സ് ട്രൈ യൂണിറ്റി ഇൻ ഹിസ് ഹിസ്റ്റോറിക്കൽ വർക്ക്സ്. അതായത് ദൈവത്തിൻ്റെ ത്രിയേകത്വം ദൈവത്തിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ നിവൃത്തീകരിക്കുന്നതിനായിട്ടുള്ള ദൈവത്തിൻ്റെ പ്രവൃത്തികളിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. അതാണ് നമ്മളിന്ന് തുടർന്ന് ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. സിൻസ് ഗോഡ്സ് വർക്ക്സ് റിവീൽ ഹിസ് നേച്ചർ, അതായത് ദൈവത്തിൻ്റെ പ്രവൃത്തി എന്നുള്ളത് ദൈവത്തിൻ്റെ ആ സ്വഭാവത്തെ വെളിപ്പെടുത്തുന്നതാണ്. അപ്പോൾ അങ്ങനെയെങ്കിൽ ദ എക്കണോമിക് ട്രിനിറ്റി റിവീൽസ് ഗോഡ്സ് എസെൻഷ്യൽ ട്രിനിറ്റി ത്രൂ ദ ഇൻകാർണേറ്റ് മിനിസ്ട്രി ഓഫ് ജീസസ്. അപ്പോൾ ദൈവത്തിൻ്റെ ആ നേച്ചർ, ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുത്തുന്നു എന്ന് നമ്മൾ പറയുമ്പോൾ, ദൈവത്തിൻ്റെ ആ പ്രവൃത്തിയുടെ വെളിപ്പാടിലൂടെ ദൈവത്തിൻ്റെ സാരാംശത്തിലുള്ള ഏകത്വം. എനിക്കറിയാം ഈ പദങ്ങളൊക്കെ ഞാൻ പറഞ്ഞു പോകുമ്പോൾ നിങ്ങളുടെ തലയുടെ മുകളിൽ കൂടെ പോകും, എങ്കിലും ഇതൊക്കെ പറഞ്ഞേ പറ്റൂ. ഗോഡ്സ് എസെൻഷ്യൽ ട്രിനിറ്റി ത്രൂ ദ ഇൻകാർണേറ്റ് മിനിസ്ട്രി ഓഫ് ജീസസ്. അപ്പോൾ യേശു കർത്താവ് ഈ ജഡത്തിൽ വെളിപ്പെട്ടു വന്ന് അവിടുന്ന് ചെയ്ത പ്രവർത്തികൾ, ശ്രദ്ധിക്കണം, കർത്താവ് ചെയ്ത പ്രവർത്തികൾ ത്രിയേക ദൈവത്തിൻ്റെ ഏകത്വത്തെ, സാരാംശപരമാകുന്ന ഏകത്വത്തെ വെളിപ്പെടുത്തുന്നു. നമുക്ക് അത് ഓരോന്നായിട്ട് ഒന്ന് കാണാനായിട്ട് നമ്മൾ താല്പര്യപ്പെടുക. ലെറ്റ് us turn to ഈ ഒരു ടെക്സ്റ്റിലേക്ക് നമുക്ക് കടന്നു വരാം. യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായം 17 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ. ജോൺസ് ചാപ്റ്റർ 5 വേഴ്സസ് 17 through to 30. ഇന്ന് നമ്മൾ ഈ വാക്യങ്ങൾ മുഴുവൻ നമ്മൾ വിശദീകരിക്കാൻ നമുക്ക് സമയമില്ല. അടുത്ത 1-2 ക്ലാസ്സുകളിൽ ഈ വേദഭാഗം നമ്മൾ വിശദീകരിക്കുമ്പോൾ കാര്യങ്ങൾ നമുക്ക് ഏറെക്കുറെ ഒരു വെളിച്ചം ആ വിഷയത്തിൽ നമുക്കുണ്ടാകും എന്ന് ഞാൻ കരുതുകയാണ്. ഇവിടെ ഹിയർ ക്രൈസ്റ്റ് സ്പോക്ക് as mediator and yet in terms that could be true only of God himself. ഇവിടെ ഈ വേദഭാഗത്ത് നമ്മുടെ വാഴ്ത്തപ്പെട്ടവനാകുന്ന കർത്താവ് സംസാരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ ദൈവത്തിന് മാത്രം
പറയുവാൻ കഴിയുന്ന കാര്യങ്ങളാണ് ജഡത്തിൽ വെളിപ്പെട്ട കർത്താവ് അരുളി ചെയ്യുന്നത്. ഞാനിത് മുൻപോട്ട് നമ്മൾ ആ വേദഭാഗത്ത് നിന്ന് ഈ കാര്യങ്ങൾ വിശദീകരിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കാനായിട്ട് പോവുകയാണ്. ഒന്നാമതായിട്ട്, in this passage we see God revealing himself as three persons with one divine activity. അത് നമുക്ക് വിശദീകരിക്കാം. അതായത് ദൈവം 3 വ്യക്തികളായി വെളിപ്പെടുത്തുകയാണ് തന്നെ. അപ്പോൾ അങ്ങനെ വെളിപ്പെടുത്തുമ്പോഴും ദൈവത്തിന് 3 പ്രവർത്തികളല്ല ഉള്ളത്. ദൈവത്തിന് when it comes to the works of God, ദൈവിക പ്രവർത്തികളിലേക്ക് വരുമ്പോൾ ഒരു പ്രവൃത്തിയേ ഉള്ളൂ. വിശദീകരിക്കാം അത്. 2, there is only one divine knowledge. അപ്പോൾ 3 persons, and as a result of God being 3 person, there aren't 3 works. One person works this way, another person works another way, and yet another person works in a different way. No, there is only one divine activity. ഒരു ദൈവിക പ്രവൃത്തിയേ ഉള്ളൂ. നമുക്കത് വിശദീകരിക്കാം. 2, there is only one divine knowledge. നമ്മളിങ്ങനെ പറയും, ദൈവം സകലവും അറിയുന്നു, ഇല്ലേ? ദൈവം അറിയുന്നു, God knows എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും അറിയുന്നെന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, അപ്പോൾ there is only one divine knowledge. 3, there is only one divine power. ദൈവത്തിൻ്റെ ശക്തി, പിതാവിൻ്റെ ശക്തി, പുത്രൻ്റെ ശക്തി, പരിശുദ്ധ, അങ്ങനെയല്ല നമ്മൾ പറയും, ദൈവത്തിൻ്റെ ശക്തി. God is powerful. So അടുത്തത്, there is only one divine life. ഒരു ജീവനേ ഉള്ളൂ. അതുകൊണ്ടാണ് കർത്താവ് തുടർന്ന് പറയുന്നത്, പിതാവിന് തന്നിൽ തന്നെ ജീവനുള്ളതുപോലെ പുത്രനും തന്നിൽ തന്നെ ജീവനുള്ളവനാകുവാൻ വരം നൽകിയിരിക്കുന്നു. ഓൺലി വൺ ഡിവൈൻ ലൈഫ്. പിന്നെ there is only one divine will. നമ്മളെങ്ങനെയാണ് പറയുന്നത്? ദൈവത്തിൻ്റെ ഹിതമായാൽ, ദൈവേഷ്ടമായാൽ. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങൾ നമ്മൾ എന്താണെന്ന് ഈ വേദഭാഗത്തേക്ക് നമ്മൾ ഒന്ന് ആ വേദഭാഗം ഒന്ന് പഠിക്കുമ്പോൾ ഈ പറയുന്ന ആശയങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാനായി കഴിയും. ഒന്നാമതായിട്ട്, ഫസ്റ്റ്, ജീസസ് ക്രൈസ്റ്റ് taught that in this passage, John's Gospel chapter 5 verses 17 to 30, Jesus, he taught that the Father and the Son share one divine activity in creation and providence. ഓക്കെ, അപ്പോൾ പിതാവും പുത്രനും സൃഷ്ടിക്കുന്നതിലും ആ സൃഷ്ടിയെ നിലനിർത്തുന്നതിലും there is only one divine activity. ഒരു ദൈവിക പ്രവർത്തനമേ ഉള്ളൂ. അത് they share that divine activity. ഒരു ദൈവിക പ്രവർത്തനം പങ്കിടുന്നു. ഓക്കെ, നമ്മളത് മനസ്സിലാക്കുമ്പോൾ കർത്താവിനെ കുറിച്ച് ഇവർ പറയുന്ന ഒരു കാര്യം, കർത്താവ് ശബത്ത് ലംഘിച്ചു. ശബത്ത് ലംഘിച്ചത് അവിടെ ഒരു എന്താ പറയുന്നേ, അവിടെ പക്ഷവാതക്കാരനായിട്ട് കിടക്കുന്ന ആ മനുഷ്യനെ അവനോട് കിടക്കയെടുത്ത് നടക്കാനായിട്ട് പറഞ്ഞു. ശബത്ത് ലംഘിച്ചു. അപ്പോൾ ശബത്ത് ലംഘിച്ചു എന്ന് പറഞ്ഞതിന്
മറുപടിയായിട്ട് കർത്താവ് നൽകുന്ന മറുപടി എന്താണെന്നറിയാമോ? 17-ാം വാക്യം. യേശു അവരോട്, എന്റെ പിതാവ് ഇന്ന് വരെയും പ്രവർത്തിക്കുന്നു, ഞാനും പ്രവർത്തിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. നോക്ക്, അപ്പോൾ യേശുവിനെ അവർ ചോദ്യം ചെയ്യുക, നീ ശബത്ത് ലംഘിച്ചില്ലേ ഈ രോഗിയെ സൗഖ്യമാക്കിയതിനാൽ? കർത്താവിന്റെ മറുപടി, എന്റെ പിതാവ് ഇന്ന് വരെയും പ്രവർത്തിക്കുന്നു, ഞാനും പ്രവർത്തിക്കുന്നു. അപ്പോൾ കർത്താവ് ഇവിടെ പറഞ്ഞത് എന്താണെന്നറിയാമോ? ഞാനും പിതാവും ഒന്നാ, ഞങ്ങൾക്കൊരു പ്രവൃത്തിയേ ഉള്ളൂ. മനസ്സിലാകുന്നുണ്ടോ? ദ വൺനെസ് ഓഫ് ദ ഫാദർ ആൻഡ് സൺ. എൻ്റെ പിതാവ് ഇന്നുവരെയും പ്രവർത്തിക്കുന്നു, ഞാനും പ്രവർത്തിക്കുന്നു. നമ്മൾ ഉൽപ്പത്തി പുസ്തകം നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ, ദ ലോർഡ് റെസ്റ്റഡ് ഫ്രം ഹിസ് ക്രിയേറ്റീവ് വർക്ക് ഓൺ ദ 7th day. Genesis chapter 2 verses 1 to 3. But he continues to work in his providence over the creation. ദൈവം സകലവും സൃഷ്ടിച്ച ശേഷം ദൈവം അവിടുത്തെ പ്രവർത്തികളിൽ നിന്ന് നിവൃത്തനായി, ഹി റെസ്റ്റഡ്. പക്ഷെങ്കിൽ ദൈവം ഇപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക. എന്തിൽ? ദൈവത്തിൻ്റെ പരിപാലനത്തിൽ, പ്രൊവിഡൻസിൽ. ദൈവം സൃഷ്ടിച്ച സൃഷ്ടിയെ പരിപാലിച്ചു കൊണ്ടിരിക്കുകയാണ്. ഗോഡ്സ് പ്രൊവിഡൻസ് ഈസ് ദർ ഓൾ ഓവർ ഹിസ് ക്രിയേഷൻ. അപ്പോൾ ഇവിടെ കർത്താവ് പറഞ്ഞതാകുന്ന ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. ബൈ കോളിംഗ് ഗോഡ് മൈ ഫാദർ ആൻഡ് യൂസിങ് ദ സെയിം വേർബ് വർക്കിംഗ് ഫോർ ഗോഡ് ആൻഡ് ഹിംസെൽഫ്. അതായത് ഇവിടെ സത്യത്തിൽ എൻ്റെ പിതാവ് പ്രവർത്തിക്കുന്നു, ഞാനും പ്രവർത്തിക്കുന്നു. ഒരു വെർബാണ്, ഒരു ക്രിയാപദമാണ് വെർബ്. അപ്പോൾ പിതാവ് പ്രവർത്തിക്കുന്നു, ഞാനും പ്രവർത്തിക്കുന്നു. അതിൽ കർത്താവരോട് പറഞ്ഞ കാര്യം എന്താണെന്നറിയാമോ? ഐ ആം ഈക്വൽ വിത്ത് ദ ഫാദർ. ഓക്കെ, ഇത് യഹൂദന്മാർക്ക് മനസ്സിലായി. അതിൻ്റെ 18-ാം വാക്യം വായിച്ചേ, വേഴ്സ് 18. അങ്ങനെ അവൻ ശബത്തിനെ ലംഘിച്ചത് കൊണ്ട് മാത്രമല്ല, ദൈവം സ്വന്തം പിതാവെന്ന് പറഞ്ഞ് തന്നെത്താൻ ദൈവത്തോട് സമനാക്കിയത് കൊണ്ടും. അപ്പോൾ യഹൂദന്മാർക്ക് പെട്ടെന്ന് കാര്യം പിടികിട്ടി. ഇറ്റ് വാസ് വെരി ക്ലിയർ ടു ദം. അതായത് കർത്താവ് പറയുകയാണ്, എൻ്റെ പിതാവ് പ്രവർത്തിക്കുന്നു, ഞാനും പ്രവർത്തിക്കുന്നു. സൃഷ്ടിയിൽ നിന്ന് ദൈവം നിവൃത്തനായതിൻ്റെ ആ മെമ്മറിയാണ് ശബത്ത്. വിശ്രമത്തിനായിട്ട് മനുഷ്യർക്ക്, കാരണം ദൈവം സൃഷ്ടിച്ച ശേഷം ഹി റെസ്റ്റഡ് ഫ്രം ഹിസ് വർക്ക് എന്നെഴുതിയിരിക്കുന്നു. അപ്പോൾ ആ സൃഷ്ടി അവിടെ വെച്ച് തീർന്നെങ്കിൽ ദൈവത്തിൻ്റെ പരിപാലനമെന്ന പ്രവൃത്തി കണ്ടിന്യൂ ചെയ്യുകയാണ്. അപ്പോൾ യേശു അവരോട് അവർ പറയുക, എന്തിനാ ശബത്തിൽ നീ രോഗിയെ സൗഖ്യമാക്കിയത്? കർത്താവിൻ്റെ മറുപടി, എൻ്റെ പിതാവ് ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക, ഞാനും പ്രവർത്തിക്കുക. അപ്പോൾ അവർക്ക് കാര്യം പിടികിട്ടി. വാട്ട് ഹീ ഈസ് റിയലി ടെല്ലിങ് അസ്. അവൻ എന്താ ഞങ്ങളോട് പറയുന്നത്? ഞാൻ ദൈവമാണെന്ന്. മനസ്സിലാകുന്നുണ്ടോ? അതുകൊണ്ടാണ് 18-ാമത്തെ വാക്യത്തിൽ, അങ്ങനെ അവൻ ശബത്തിനെ ലംഘിച്ചത് കൊണ്ട് മാത്രമല്ല, ദൈവം സ്വന്തം പിതാവെന്ന് പറഞ്ഞ് തന്നെത്താൻ ദൈവത്തോട് സമമാക്കിയതുകൊണ്ടും. അപ്പോൾ ദൈവം എൻ്റെ പിതാവെന്ന് പറഞ്ഞപ്പം അവർക്ക് കാര്യം പിടികിട്ടി. പഴയ നിയമത്തിൽ ദൈവത്തെ പിതാവെന്ന് അങ്ങനെ സംബോധന ചെയ്തിട്ടില്ലെങ്കിലും, നേരിട്ട് സംബോധന ചെയ്യുന്നില്ലെങ്കിൽ പോലും പല അല്യൂഷൻസ് ഉണ്ട്. അതായത് ഞങ്ങളുടെ പിതാവാണ് അങ്ങെന്ന്, മലാക്കി പ്രവചനം, അങ്ങനെയുള്ള അനേക വേദഭാഗത്ത് നമ്മൾ കാണുന്നുണ്ട്. 103-ാം സങ്കീർത്തനം, അപ്പന് മക്കളോട് കാരണമെന്ന പോലെ, അതെല്ലാം നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. എന്നാൽ ഇവിടുത്തെ വിഷയം, അങ്ങനെ യഹൂദന്മാർ
ദൈവം ഞങ്ങളുടെ പിതാവാണെന്ന് അവർ നേരിട്ട് പറയുന്നില്ലെങ്കിലും അത് അക്നോളജ് ചെയ്യുന്നുണ്ട്. പക്ഷെങ്കിൽ ഇവിടുത്തെ പ്രശ്നം എന്താ? കർത്താവ് പറയുക, ദൈവം എൻ്റെ പിതാവാണ്. പിതാവെന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ അർത്ഥം അവർ ഗ്രഹിച്ചത് ദൈവത്തോട് സമമാണ് യേശു ക്രിസ്തു എന്നാണ്. അപ്പോൾ പിതാവ് പുത്രൻ എന്നുള്ള ബന്ധം ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഒരു കുടുംബ സംബന്ധമാകുന്ന ആ ഒരു പിക്ചർ, ഒരു ഫാമിലി എന്ന നിലയിലേക്ക് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇതാദ്യം കേട്ട യഹൂദന്മാർക്ക് കാര്യം മനസ്സിലാക്കി. നോ, ഹി റിയലി മീൻസ് ഹി ഈസ് ഗോഡ്. അതവർക്ക് മനസ്സിലായി. അതുകൊണ്ട് അവരെന്ത് ചെയ്തു? അതുകൊണ്ട് 18-ാം വാക്യം, അങ്ങനെ അവൻ ശബത്തിനെ ലംഘിച്ചത് കൊണ്ട് മാത്രമല്ല, ദൈവം സ്വന്തം പിതാവെന്ന് പറഞ്ഞ് തന്നെത്താൻ ദൈവത്തോട് സമനാക്കിയത് കൊണ്ടും യഹൂദന്മാർ അവനെ കൊല്ലുവാൻ അധികമായി ശ്രമിച്ചു പോന്നു. നോക്കുക, ഈ 19-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ കർത്താവ് പറയുകയാണ്, അത് വിശദീകരിക്കുകയാണ്. ട്രൂലി ട്രൂലി ഐ സേ ടു യു, ദ സൺ ക്യാൻ ഡു നത്തിങ് ഓഫ് ഹിസ് ഓൺ അക്കോർഡ്, but only what he sees the Father doing. For whatever the Father does, the Son does likewise. നമ്മൾ ആ ഭാഗം ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ കർത്താവ് പറയുന്ന ആ കാര്യം വളരെ വ്യക്തമാണ്. 19-ാമത്തെ വാക്യം ഒന്ന് വായിച്ചോളൂ. ആകയാൽ യേശു അവരോട് ഉത്തരം പറഞ്ഞത്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, പിതാവ് ചെയ്തു കാണുന്നതല്ലാതെ പുത്രന് സ്വയമായി ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. അവൻ ചെയ്യുന്നതെല്ലാം പുത്രനും അവണ്ണം തന്നെ ചെയ്യുന്നു. നോക്കുക, പിതാവ് ചെയ്ത് കാണുന്നതല്ലാതെ പുത്രനൊന്നും സ്വതേ ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. അവൻ ചെയ്യുന്നതെല്ലാം പുത്രനും കാണുന്നു. അപ്പോൾ പുത്രനും ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ പിതാവ് പുത്രൻ എന്നുള്ള ആ പങ്കാളിത്തത്തിൽ, ആ ഷെയറിൽ, ഇറ്റ് ഇൻക്ലൂഡ്സ് ഓൾ തിങ്സ് ദാറ്റ് ദ ഫാദർ ഡസ്. പിതാവ് എന്തൊക്കെ ചെയ്യുന്നോ, പിതാവാകുന്ന ദൈവത്തിൻ്റെ സകല സൃഷ്ടിയുടെ പ്രവർത്തനവും അവിടുത്തെ സകല പരിപാലനത്തിൻ്റെ പ്രവർത്തനവും ആ ഓൾ തിങ്സ് സകലതിലും അതുൾപ്പെടുകയാണ്. അതാണ് 20-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. വായിച്ചോളൂ. പിതാവ് പുത്രനെ സ്നേഹിക്കുകയും താൻ ചെയ്യുന്നതൊക്കെയും അവന് കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. നിങ്ങൾ ആശ്ചര്യപ്പെടുമാറ് ഇവയിൽ വലിയ പ്രവൃത്തികളും അവന് കാണിച്ചു കൊടുക്കും. അപ്പോൾ പിതാവ് പുത്രനെ സ്നേഹിക്കുകയും താൻ ചെയ്യുന്നതൊക്കെയും, എല്ലാ കാര്യങ്ങളും പിതാവ് എന്തൊക്കെ ചെയ്യുന്നോ അതെല്ലാം പുത്രനും ചെയ്യുന്നു. പക്ഷെങ്കിൽ കഴിഞ്ഞ ആഴ്ച നമ്മളത് വിശദമാക്കി. അവിടെയും the Father always leads and the Son always follows. അതായത് പിതാവ് ലീഡ് ചെയ്യുന്നു, പുത്രൻ അത്, അങ്ങനെ ഒരു ക്രമം നമുക്കവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഓക്കെ, ഇത് പുത്രന് പിതാവിൽ നിന്ന് സ്വതന്ത്രമായിട്ട് പ്രവർത്തിപ്പാനായിട്ട് കഴിയുന്നില്ല. അതിൻ്റെ കാരണം പുത്രനു സ്വതവേ ആ ഡിവൈൻ പവർ സമ്പൂർണമായിട്ടും പുത്രൻ ഷെയർ ചെയ്യാത്തത് കൊണ്ടല്ല, പിതാവെന്നും പുത്രനെന്നുമുള്ള ആ ബന്ധത്തിലാണ്. എന്ന് പറഞ്ഞാൽ ദർ ഈസ് ഓൺലി വൺ ഡിവൈൻ വർക്ക് ആൻഡ് വൺ ഡിവൈൻ പവർ. പുത്രനും പിതാവും ഒന്നാകുന്നു. Yet there is an order to the relationship. The Father always leads and the Son always follows. The Son cannot act independently of the Father, not for lack of power, but because it would contradict his relation as the Son to the Father. ഇനിയും നമ്മൾ ചില വേദഭാഗങ്ങളുടെ അതിനുള്ള ബന്ധത്തിലൊന്ന് കാണാം. നമുക്കറിയാം, ദർ ഈസ് ഓൺലി വൺ ക്രിയേറ്റർ. സൃഷ്ടികർത്താവ് ഒരുവനേ ഉള്ളൂ. സൃഷ്ടാവ്, ഒരു സൃഷ്ടാവേ ഉള്ളൂ.
ആ സൃഷ്ടി എന്ന പ്രവൃത്തിയിൽ മറ്റാരും പങ്കുകാരല്ല. അതാണ് നമ്മൾ ഈ വേദഭാഗത്ത് വായിക്കുന്നത്. യെശയ്യാവ് 44:24 ഒന്ന് വായിച്ചോളൂ. നിന്റെ വീണ്ടെടുപ്പുകാരനും ഗർഭത്തിൽ നിന്നെ നിർമ്മിച്ചവനുമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, യഹോവയായ ഞാൻ സകലവും ഉണ്ടാക്കുന്നു. ഞാൻ തന്നെ ആകാശത്തെ വിരിക്കുകയും ഭൂമിയെ പരത്തുകയും ചെയ്തിരിക്കുന്നു. നോക്കുക, അപ്പോൾ പിതാവ് പറയുകയാണ്, യഹോവയാകുന്ന ദൈവം പറയുന്നു, ഞാൻ തന്നെ, നോ വൺ എൽസ് ഷെയർഡ് എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രവൃത്തിയിൽ മറ്റാരും പങ്കുചേർന്നിട്ടില്ല. പക്ഷെങ്കിൽ വചനം നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണെന്നറിയാമോ? പിതാവിൻ്റെ പ്രവൃത്തിയിൽ പുത്രനും പരിശുദ്ധാത്മാവും പങ്കുചേരുന്നു. പക്ഷെങ്കിൽ വചനം പറയുകയാണ്, യഹോവയായ ഞാൻ സകലവും ഉണ്ടാക്കുന്നു. ഞാൻ തന്നെ ആകാശത്തെ വിരിക്കുകയും ഭൂമിയെ പരത്തുകയും ചെയ്തിരിക്കുന്നു. ആർ എന്നോടുകൂടെ ഉണ്ടായിരുന്നു? ഐ ആം ദ വൺ. എന്നാൽ യോഹന്നാൻ്റെ സുവിശേഷത്തിലേക്ക് നമ്മൾ അതിൻ്റെ 1-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്ന ഒരു കാര്യം എന്താണ്? ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു. അവൻ ആദിയിൽ ദൈവത്തോടു കൂടെ ആയിരുന്നു, സകലവും അവൻ മുഖാന്തരം ഉളവായി. സകലവും അവൻ മുഖാന്തരം ഉളവായി. ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. നോക്കിക്കേ, there is only one divine work, only one divine activity. യഹോവയാകുന്ന ദൈവം പറയുന്നു, ഞാനല്ലാതെ ആരുമില്ല. ആരാണ് അതിൽ പങ്കിട്ടത്? വചനം നമ്മളെ പഠിപ്പിക്കുന്നു, വചനം ദൈവത്തോടുകൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു, സകലവും അവൻ മുഖാന്തരം, ആ വചനം ലോഗോസ് അവൻ മുഖാന്തരം ഉളവായി. ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. ഇനിയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ കുറിച്ചും നമുക്കത് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 1:2 നമ്മൾ വായിക്കുന്നത്, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി പാഴായും ശൂന്യമായും ഇരുന്നു. ആഴത്തിന്മീതെ ഇരുൾ ഉണ്ടായിരുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ സൃഷ്ടിയിൽ ഒരു ദൈവിക പ്രവൃത്തിയേ ഉള്ളൂ. There is only one divine activity, only one divine work. യഹോവയാകുന്ന ദൈവം പറയുന്നു, ആരും എന്നോടുകൂടെ അത് പങ്കിട്ടില്ല. വചനം നമ്മളെ പഠിപ്പിക്കുന്നു, ഉളവായതെല്ലാം പുത്രൻ മുഖാന്തരം ഉളവായി. പുത്രൻ മുഖാന്തരം ഉളവായി. ഉൽപ്പത്തി 1:2 ഭൂമി പാഴും ശൂന്യമായും ഇരുന്നു. ആഴത്തിന്മീതെ ഇരുളുണ്ടായിരുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. ഇനിയും ആ സൃഷ്ടിയോടുള്ള ബന്ധത്തിൽ every human being can say, the Spirit of God hath made me, and the breath of the Almighty hath given me life. യോബിൻ്റെ പുസ്തകം 3:34 33:4 ആണത്. ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ സൃഷ്ടിച്ചു, സർവശക്തൻ്റെ ശ്വാസം എനിക്ക് ജീവനെ തരുന്നു. നോക്കിയേ, there is only one divine act of creation. There is only one act of creation. The Bible says the Father, the Son and the Holy Spirit ഒരുമിച്ച്. നോക്കിയേ, അതാണ് ആ ദൈവിക പ്രവൃത്തിയിലുള്ള എസൻഷ്യൽ യൂണിറ്റി. ദൈവത്തിൻ്റെ പ്രവൃത്തിയിലുള്ള സാരാംശത്തിലെ ഏകത്വം എന്ന് പറഞ്ഞാൽ, ഒന്നുകൂടെ വ്യക്തമാക്കിയാൽ, ട്രൈ യൂണിറ്റി എന്ന ഉപദേശത്തിന് അതിനെ ഫേക്ക് ചെയ്യുന്ന ചിലതൊക്കെ ചില മതങ്ങളിൽ കണ്ടേക്കാം.
അതിനെ ഫേക്ക് ചെയ്യുന്നത്. പക്ഷെങ്കിൽ ക്രിസ്ത്യാനിറ്റിയുടെ അതുല്യമായ ഉപദേശമാണ് ത്രിയേകത്വം. അതിൻ്റെ കാരണം എന്നാണെന്നറിയാം? ഒരിക്കൽ ഒരു യഹോവ സാക്ഷിക്കാരൻ, അന്ന് ഞാൻ ബൈബിൾ സ്കൂളിൽ പോലും പോയിട്ടില്ല, എൻ്റെ പാസ്റ്റർ എന്നെ സ്നാനപ്പെടുത്തിയ കർത്താവിൻ്റെ ദാസനും ഞങ്ങൾ ഒരു ഭവനത്തിൽ ഇരുന്നപ്പോൾ അവിടെ യഹോവ സാക്ഷിക്കാർ കയറി വന്നു. അവർ കയറി വന്ന് അവർ പറഞ്ഞ ഒരു കാര്യം, നിങ്ങളുടെ തൃത്വം എന്ന് പറയുന്നത് ഹിന്ദുയിസത്തിൽ നിന്നും കടം കൊണ്ട ഒരു പാഗൻ അല്ലെങ്കിൽ ജാതീയപരമാകുന്ന ഒരു ടീച്ചിങ് ആണെന്ന് പറഞ്ഞു. ഹോസാക്ഷിക്കാരൻ പറഞ്ഞ ഒരു കാര്യമാണ്. അത് എൻ്റെ മനസ്സിലിങ്ങനെ സ്ട്രൈക്ക് ചെയ്തു. പക്ഷേ ഞാൻ പിന്നീട് അതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ ഈ വചനഭാഗമൊക്കെ പിന്നീട് മനസ്സിലാക്കിയപ്പോൾ പക്ഷേ അതും ഇതുമായിട്ട് ഒരു ബന്ധവും ഇല്ല. അതിൻ്റെ കാരണം എന്നാണെന്നറിയാമോ? ഹിന്ദുയിസത്തിൽ ആസ് ഫാർ ആസ് ഐ അണ്ടർസ്റ്റാൻഡ് ബ്രഹ്മ ക്രിയേറ്റ്സ്, പിന്നെ വിഷ്ണു എന്ത് ചെയ്യുക, ഹീ സസ്റ്റെയിൻസ്, ആൻഡ് ശിവ എന്താ ചെയ്യുന്നതെന്നറിയോ? നശിപ്പിക്കുക. അതാണ് ഹിന്ദുയിസത്തിൻ്റെ ട്രിനിറ്റി. നോക്കിയേ, ബട്ട് ബൈബിൾ ഡസൻറ്റ് ടീച്ച് ദാറ്റ്. ദർ ഈസ് ഓൺലി വൺ ഡിവൈൻ വർക്ക് ഓഫ് ക്രിയേഷൻ. ബൈബിൾ സേയ്സ്, യഹോവയാകുന്ന ഞാനല്ലാതെ ആരും ഇല്ല. വേദപുസ്തകം പറയുന്നു, ആഴത്തിന്മീതെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പരിവർത്തിച്ചു കൊണ്ടിരുന്നു. ദൈവത്തിൻ്റെ ആത്മാവിനെ സൃഷ്ടിച്ചു. സർവശക്തൻ്റെ ശ്വാസം എനിക്ക് ജീവനെ തരുന്നു. പുത്രൻ മുഖാന്തരം സകലവും സൃഷ്ടിക്കപ്പെട്ടു. പുത്രനെ കൂടാതെ ഒന്നും സൃഷ്ടിക്കപ്പെട്ടില്ല. സോ the one work of creation is the undivided act of the triune God. മനസ്സിലാക്കണം, ഇറ്റ് ഈസ് നോട്ട് ഡിവൈഡഡ്. സൃഷ്ടി എന്നത് ത്രിയേക ദൈവത്തിൻ്റെ അഭിവാജ്യ പ്രവൃത്തിയാണ്. അൺഡിവൈഡഡ് വർക്കാണിത്. ഈ കാര്യം നമ്മൾ വേദപുസ്തകത്തിൽ തുടർന്ന് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഗോഡ്സ് വർക്ക്സ് ഓഫ് പ്രൊവിഡൻസസ് ആർ ഓൾസോ ട്രിനിറ്റേറിയൻ. ജീസസ് attributed the sunshine, the rain, the feeding of the birds, and the loveliness of the flowers to the goodness of the Father. മത്തായി 5:45, 6:26 മുതൽ 30. At the same time, in Christ, all things hold together. കൊലോസ്യർ 1:17 നമ്മൾ വായിക്കുന്നത്, അവനിൽ സമസ്തവും. ആ ട്രാൻസ്ലേഷൻ എങ്ങനെ ഒന്ന് വായിക്കാമോ? അവൻ സർവ്വത്തിനും മുൻപേ ഉള്ളവൻ, അവൻ സകലത്തിനും ആധാരമായിരിക്കുന്നു. മറ്റൊരു മലയാളം ട്രാൻസ്ലേഷനാണ്, അവനിൽ, ക്രിസ്തുവിൽ സമസ്തവും സ്ഥിതി ചെയ്യുന്നു. എബ്രായ ലേഖനം നമുക്കറിയാമല്ലോ, എബ്രായർ 1:3, സകലത്തെയും തൻ്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനാണ്. ഓക്കെ, എബ്രായർ 1:3. അപ്പോൾ ദ ഫാദർ ഈസ് ദ ഗിവർ ഓഫ് ഓൾ ദീസ് ബ്ലെസ്സിങ്സ്. ഈ സകല സൃഷ്ടിയിൽ കാണുന്ന സകല അനുഗ്രഹങ്ങളുടെയും ഉറവിടം പിതാവാകുന്ന ദൈവമാണ്. കർത്താവിനെ കുറിച്ച് കൊലോസ്യ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നു, ഇൻ ഹിം എവ്രിതിങ് ഹോൾഡ്സ് ടുഗെദർ. അവനിൽ സകലവും, ക്രിസ്തുവിൽ. ഒരു കർത്താവിൻ്റെ ഭൃത്യൻ പറഞ്ഞ ഒരു കൊട്ടേഷനാണ്, ദ ഫാദർ ആൻഡ് സൺ ആക്ട് ടുഗെദർ by their common divine nature, so that all is of the Father, all is by the Son. Did the Father create the universe? So did the Son. Does the Father govern the universe? So does the Son. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആ കോമൺ ഡിവൈൻ നേച്ചർ, ഓൺലി വൺ ഗോഡ്, ഒരു പ്രവൃത്തി, പിതാവും പുത്രനും ഒരുമിച്ച് പ്രവർത്തിക്കുന്നത് അവരുടെ പൊതുവായ ദൈവിക സ്വഭാവത്താലാണ്. അതിനാൽ എല്ലാം പിതാവിൻ്റേതാണ്, എല്ലാം
പുത്രനാലാണ്. പിതാവാണോ പ്രപഞ്ചം സൃഷ്ടിച്ചത്? പുത്രനും അങ്ങനെ തന്നെ. പിതാവാണോ പ്രപഞ്ചത്തെ ഭരിക്കുന്നത്? പുത്രനും അങ്ങനെ തന്നെ. ഇത് 104-ാമത്തെ സങ്കീർത്തനം അതിൻ്റെ 30-ാമത്തെ വാക്യത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെക്കുറിച്ചും നമ്മൾ വായിക്കുന്നു. നീ നിൻ്റെ ശ്വാസം അയക്കുമ്പോൾ, ഗോഡ്സ് ബ്രത്ത്, അവ സൃഷ്ടിക്കപ്പെടുന്നു. നീ ഭൂമിയുടെ മുഖത്തെ പുതുക്കുന്നു. ഐശയ്യ 40:7, യഹോവയുടെ ശ്വാസം അതിന്മേൽ ഊതുകയാൽ പുല്ലുണങ്ങുന്നു, പൂവാടുന്നു, അതെ ജനം പുല്ല് തന്നെ. അപ്പോൾ this threefold divine partnership in creation and providence should fill us with awe. For the whole universe and all of history bear the fingerprints of the Trinity. 5:19 നമ്മൾ വരും. ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, പിതാവ് ചെയ്ത് കാണുന്നതല്ലാതെ പുത്രന് സ്വതേ ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. അവൻ ചെയ്യുന്നതെല്ലാം പുത്രനും അങ്ങനെ തന്നെ ചെയ്യുന്നു. ഒരു കർത്താവിൻ്റെ ദാസൻ അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഉദ്ധരണി അത്. ജീസസ് എക്സ്പ്ലെയിൻസ് ദാറ്റ് ഹിസ് claim to divine sonship does not threaten the oneness of God because of his unity with the Father. അപ്പോൾ കർത്താവ് അവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്താണെന്നറിയാമോ? അതായത് പിതാവ് ചെയ്യുന്നത് കാണുന്നതല്ലാതെ പുത്രന് സ്വതേ ഒന്നും ചെയ്യാൻ കഴിയുന്നതല്ല. അവൻ ചെയ്യുന്നതെല്ലാം പുത്രനും അവണ്ണം തന്നെ ചെയ്യുന്നു. ഇവിടെ കർത്താവ് പഠിപ്പിക്കുന്നത് എന്താ? He explains that his claim to divine sonship, അതായത് അവിടുന്ന് ദൈവത്തിൻ്റെ പുത്രനാണ് എന്ന് അവകാശപ്പെടുമ്പോൾ അത് ദൈവത്തിൻ്റെ വണ്ണസ്സിനെ ഒരു കാരണവശാലും ഇറ്റ് ഡസൻ threaten the oneness of God. കാരണം the divine persons of the Father and the Son together with the Spirit are one God, both in essence and in activity. അപ്പോൾ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും അവിടുത്തെ പ്രവൃത്തിയിലും അവിടുത്തെ സാരാംശത്തിലും ഒന്നാകുന്നു. അതാണ് യേശു കർത്താവ് 5:19 വിശദീകരിക്കുന്നത്. പിതാവ് ചെയ്ത് കാണുന്നതല്ലാതെ പുത്രന് സ്വതേ ഒന്നും ചെയ്യുവാൻ കഴിയുന്നതല്ല. ഓക്കെ, നമ്മൾ ഈ കൊട്ടേഷൻസൊക്കെ നമുക്ക് ചിന്തിക്കാനായിട്ട് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പെട്ടെന്ന് അങ്ങ് പോവുകയാണ്. ഇനിയും ഈ രണ്ടാമത്തെ വിഷയം നമുക്ക് അടുത്ത ആഴ്ചയിൽ ചിന്തിക്കാം. രണ്ടാമതായിട്ട് കർത്താവ് പഠിപ്പിക്കുന്നതാകുന്ന വിഷയം പിതാവും പുത്രനും ഒരേ ദൈവിക അറിവ്. ദർ ഈസ് ഓൺലി വൺ ഡിവൈൻ നോളജ്. നമ്മളിവിടെ കണ്ടത് ദർ ഈസ് ഓൺലി വൺ ഡിവൈൻ വർക്ക്. അപ്പോൾ യേശു കർത്താവിൻ്റെ ജഡത്തിൽ ഉള്ള വെളിപ്പാടിൽ കർത്താവ് ചെയ്ത ആ പ്രവൃത്തികൾ പിതാവെന്നും പുത്രനെന്നും പരിശുദ്ധാത്മാവെന്നുമുള്ള ആ 3 വ്യക്തികൾ നിലനിൽക്കുമ്പോൾ തന്നെ ദർ ഈസ് ആൻ എസെൻഷ്യൽ യൂണിറ്റി, സാരാംശപരമാകുന്ന ഏകത്വം ഉണ്ട് എന്നുള്ളത് ഈ വേദഭാഗം കർത്താവിൻ്റെ പ്രവൃത്തികളെക്കുറിച്ച് നമ്മളെ പഠിപ്പിക്കുക. ഓക്കെ, ഞാൻ അത്രയും പറഞ്ഞ് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാനാണ് താല്പര്യപ്പെടുന്നത്. നമ്മൾ ഇത്രത്തോളം ചിന്തിച്ചതിൽ എനിക്കറിയാം ഇതൊന്നും നമ്മൾ യൂഷ്വലി കേൾക്കുന്ന കാര്യമല്ലാത്തത് കൊണ്ട് നമുക്ക് മനസ്സിലാകാൻ അല്പം ബുദ്ധിമുട്ടുണ്ടാകും. ഓഫ് കോഴ്സ് ഞാനിത് പറയുമ്പോൾ ഇത് അനേക വർഷങ്ങൾ നിരന്തരമായി ദൈവവചനം പറയുന്നതിലൂടെ ദിസ് ഈസ് സോ ക്ലിയർ ടു മീ. എനിക്കിത് വളരെ ക്ലിയറാണ്. പക്ഷേ എൻ്റെ ഉള്ളിലിരിക്കുന്ന ഈ കാര്യം ഞാൻ എത്രത്തോളം എൻ്റെ വാക്കുകളിലൂടെ നിങ്ങൾക്ക് പകർന്നു തന്നു എന്നുള്ളത് എനിക്കറിയത്തില്ല. ദാറ്റ് ഷോസ് ഐ എം എ പുവർ കമ്മ്യൂണിക്കേറ്റർ. ഓക്കെ, എങ്കിലും ഇത് അടിസ്ഥാനപരമായിട്ട് നിങ്ങളുടെ ഹൃദയത്തിൽ
അത് പതിയട്ടെ. ദിസ് ഈസ് എ മാറ്റർ ഓഫ് ഡിവോഷൻ. ഏക ദൈവത്തിൻ്റെ ഏക പ്രവൃത്തി എന്നുള്ളതും ഏകനായി മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനെന്നുള്ളതും ദൈവത്തിന് ഏകഹിതമേ ഉള്ളൂ എന്നുള്ളതും ദൈവം സർവശക്തനാണെന്നൊക്കെയുള്ള, ദൈവം സകലവും അറിയുന്നു എന്നൊക്കെ പറയുമ്പോൾ ദിസ് ഷുഡ് സ്റ്റെബിലൈസ് ദ സെയിൻറ്റ്. ഒരു ദൈവ പൈതലിനെ ഉറപ്പിച്ച് നിർത്തുന്ന ഒരു ഘടകമാണ്. കാരണം യുണീക്കായിട്ടുള്ള, മറ്റൊരു കമ്പാരിസനുമില്ലാത്ത, മറ്റൊരു സാദൃശ്യവുമില്ലാത്ത ഏക സത്യ ദൈവം, ആ ത്രിയേക ദൈവം ത്രൂ ജീസസ് ക്രൈസ്റ്റ് ഈസ് ഫോർ മീ. അവിടുന്ന് എനിക്ക് വേണ്ടി എന്നെ കരുതുവാൻ, എന്നെ സ്നേഹിപ്പാൻ ആ ദൈവം എന്നെ സ്നേഹിച്ചു. ആ ദൈവത്തെ അറിയുവാൻ പുത്രൻ വന്നു. ആ ഏകസത്യ ദൈവത്തെ അറിയുവാൻ നമുക്ക് പരിജ്ഞാനം തന്നു. അതാണ് യോഹന്നാൻ 1 യോഹന്നാൻ 5-ാമത്തെ അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യം മുതൽ നമ്മൾ വായിച്ചാൽ മനസ്സിലാക്കുന്നത്. അവൻ വന്നു ഏക ദൈവത്തെ അറിയുവാൻ നമ്മുടെ ബുദ്ധിയെ പ്രകാശിപ്പിച്ചു. പ്രിയമുള്ളവരെ, നമ്മുടെ ഹൃദയങ്ങളെ ആ ദൈവത്തിൻ്റെ മഹിമയെ ധ്യാനിച്ചുകൊണ്ട് ലെറ്റസ് എന്താ പറയുന്നത്, ആ സാന്നിധ്യത്തിൻ്റെ മഹിമയെ ഓർത്ത് ദൈവത്തിന് മഹത്വം കൊടുത്ത് ജീവിപ്പാൻ ദൈവം നമുക്കിടയാക്കട്ടെ. ഞാൻ നിങ്ങളോട് പ്രോമിസ് ചെയ്തതുപോലെ തന്നെ 8:45 കൊണ്ട് നമ്മൾ അവസാനിപ്പിച്ചു. എനി ഫർദർ ക്വസ്റ്റ്യൻസ് ഓൺ വാട്ട് വി ഹാവ് ഡിസ്കസ്ഡ് സോ ഫാർ? നമ്മൾ ഇതുവരെ, എനിക്കറിയാം പല കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെന്നറിയാം, എങ്കിലും നമ്മൾ ഇതുവരെ ചിന്തിച്ച വിഷയങ്ങളിൽ കഴിഞ്ഞ ആഴ്ചയിൽ വി ഹാഡ് എ വെരി ലൈവ്ലി ഇൻ്ററാക്റ്റീവ് സെഷൻ. സോ നിങ്ങൾ ചോദ്യങ്ങൾ ചോദിപ്പാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള അവസരം ഉണ്ടായിരിക്കുന്നതാണ്. രണ്ട് കാര്യങ്ങൾ കൊണ്ട് ചോദ്യങ്ങളില്ലാതെ വരാം. ഒന്നുകിൽ എല്ലാം മനസ്സിലായി, അല്ലെങ്കിൽ ഒന്നും മനസ്സിലായില്ല. എല്ലാം മനസ്സിലായതുകൊണ്ടാകട്ടെ എന്ന് ഞാനങ്ങ് പ്രത്യാശിക്കുക. എനി ക്ലാരിഫിക്കേഷൻ നമ്മൾ ഇതുവരെ ചിന്തിച്ച വിഷയങ്ങളിൽ? Joshua want to ask something? No. Okay. ഓക്കെ, ചോദ്യങ്ങളില്ലെങ്കിൽ നമുക്ക് അവസാനിപ്പിക്കാം. മനു, നീ നിന്റെ ശ്വാസം അയക്കുമ്പോൾ അവ സൃഷ്ടിക്കപ്പെടുന്നു, നീ ഭൂമിയുടെ മുഖത്തെ പുതുക്കുന്നു. സൃഷ്ടിപ്പിനോടുള്ള ബന്ധത്തിലല്ലേ? അതെ, മനുഷ്യന്റെ സൃഷ്ടിപ്പ്, മനുഷ്യന്റെ ഭൂമിയോട് സൃഷ്ടി, എല്ലാ ജീവജാലങ്ങളും, എല്ലാത്തിനോടുള്ള ബന്ധത്തിലാണ്. അവിടെ ശ്വാസം എന്ന് പറയുന്നത് റൂഹ്. അപ്പോൾ ഈ ഭൂമിയിലുള്ള എല്ലാ കുഞ്ഞുങ്ങളുടെയും ജനനം, അത് ടെസ്റ്റ് ട്യൂബ് ശിശു ആണെങ്കിലും അല്ലെങ്കിൽ ഈ നമ്മുടെ നാച്ചുറൽ അല്ലാതെ ഉള്ള അതിൻ്റെ സൃഷ്ടിപ്പ്, ഒറിജിനൽ ക്രിയേഷൻ ആൻഡ് റീപ്രൊഡക്ഷൻ ഈസ് ഡിഫറെൻറ്റ്. ഒറിജിനൽ ക്രിയേഷനിലാണ് ക്ലോണും കൂടെ ഉദ്ദേശിച്ച, ക്ലോണിങ്ങും കൂടെ ഉദ്ദേശിച്ചാ പറഞ്ഞത്. ക്ലോണിങ്ങിലൂടെ ഉണ്ടാകുന്ന കുഞ്ഞുങ്ങൾ, ദാറ്റ് ഈസ് ബിയോണ്ട് മീ. അതും ജീവന. ഞാൻ പറഞ്ഞല്ലോ ഒറിജിനൽ ക്രിയേഷൻ. ആ ഒറിജിനൽ ക്രിയേഷനിൽ ഇൻബിൽറ്റ് ആയിട്ടുള്ള കാര്യമാണ് റീപ്രൊഡക്ഷൻ. അപ്പോൾ അൾട്ടിമേറ്റ്ലി ഗോഡ് ഈസ് ദ ക്രിയേറ്റർ. അൾട്ടിമേറ്റ്ലി. കാരണം ക്ലോണിങ് എന്ന് പറഞ്ഞാൽ ആ സെൽസ് മിമിക് ചെയ്യല്ലേ. സോ വൈ you are able to do that? Because a cell contains everything. അല്ലേ? അങ്ങനെയല്ലേ? എനിക്കറിയാൻ വയ്യാത്തതാണ് ഞാൻ പറയുന്നത്. ദാറ്റ്സ് അത്രയും ഞാൻ മനസ്സിലാക്കുന്നത്. സോ
റീപ്രൊഡക്ഷൻ എന്നുള്ളത് ഇറ്റ് ഈസ് ഇൻബിൽറ്റ് ഇൻ ക്രിയേഷൻ. So ultimately, God is in control. എൻ്റെ ചോദ്യം അത് അപ്പോൾ ദൈവത്തിൻ്റെ അറിവോടുകൂടി തന്നെ ദൈവം നിശ്ചയമായിട്ടും ചെയ്യുന്നു. God allows that. കാരണം you are taking something which God has placed by default. അങ്ങനെയല്ലേ ചെയ്യുന്നത്? സൃഷ്ടിയിൽ ബൈ ഡിഫോൾട്ട് ഉള്ള ഒരു കാര്യം നമ്മളെടുത്ത് ലബോറട്ടറിയിൽ അത് ചെയ്യുന്നതേ ഉള്ളൂ, അല്ലാതെ പുതിയൊന്ന് ക്രിയേറ്റ് ചെയ്യുകയല്ല. ഐ തിങ്ക് ദാറ്റ് മേക്സ് സെൻസ്. ഓക്കെ, താങ്ക് യു. അത്ര ഭയങ്കര ചോദ്യം ചോദിക്കുമെന്ന് ഞാൻ ഓർത്തില്ല. ശ്വാസം എന്ന് പറയുന്നത്, ഗോഡ്സ് ബ്രത്ത് എന്ന് പറയുന്നത് പഴയ നിയമത്തിൽ റൂഹ് എന്നുള്ള എബ്രായ പദമാണ് ഉപയോഗിച്ചേക്കുന്നത്. റൂഹ് എന്ന പദത്തിൽ നിന്നാണ് ഗ്രീക്കിൽ അത് ന്യൂമ എന്ന് പറഞ്ഞേക്കുന്നത്. ന്യൂമ, അതിൽ നിന്നാണ് ന്യൂമാറ്റിക് ടയർ എന്നൊക്കെ. അപ്പോൾ കാറ്റ്, വിൻഡ് എന്നൊക്കെയുള്ള അർത്ഥമുണ്ട്. അത് അതെ, ന്യൂമറ്റോളജി. ലോഗോസ് എന്ന് പറയുന്നത് സ്റ്റഡി, ഡിസ്ക്രിപ്ഷൻ, വേർഡ് എന്നൊക്കെയുള്ള അർത്ഥമുണ്ട്. അതേസമയം ബൈബിളിൽ ലോഗോസ് എന്ന് പറഞ്ഞേക്കുന്നത് കർത്താവിനെ കുറിച്ചാണ്, കർത്താവിൻ്റെ വചനത്തെക്കുറിച്ചാണ്. അപ്പോൾ ആ ഒരു പദമാണെങ്കിൽ കൂടെ ബ്രത്ത് ഓഫ് ഗോഡ് എന്ന് പറയുമ്പോൾ, സർവശക്തൻ്റെ ശ്വാസം എന്ന് പറയുമ്പോൾ സ്പിരിറ്റ് എന്ന് തന്നെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. കാരണം ഉൽപ്പത്തിയിലും ആ സ്പിരിറ്റ് എന്നുള്ളത് ഈ ഒരു പദം തന്നെയാണ് ഉപയോഗിച്ചേക്കുന്നത്. ഓക്കെ, എനിത്തിങ് എൽസ്? ഇല്ല എങ്കിൽ നമുക്ക് ക്ലോസ് ചെയ്യാം.